ഹായ് അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് നമ്മൾ വിചാരിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പോൾ ഏതായാലും രാവിലെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടെ എന്താ ഇബ്രാഹിം പൊന്മല, ഇനി താത്തയാണോ കാക്കയാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ആരാണെങ്കിലും കമൻറ്റ് വായിച്ചില്ലാന്നോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഞാൻ എല്ലാവരുടെ കമൻറ്റും വായിച്ചിട്ടുണ്ട് കേട്ടോ. കമൻറ്റ് വായിച്ചില്ല എന്താ പറയണ കേട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരിക്കും മനസ്സിലായില്ല. ഞാൻ എല്ലാവരും കമൻറ്റും വായിച്ചലുണ്ട്, എല്ലാവർക്കും അതിനുള്ള റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. ഞാൻ കാണീനൊക്കെ ഞാൻ പിന്നെയും ഞാൻ കമൻറ്റ് ബോക്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ആരെങ്കിലും കമൻറ്റ് ചെയ്തുകണോ. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ പിന്നെ ആ കമൻറ്റിന് മറുപടി തരേണ്ടത് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും ഇതിനും ഞാൻ കമൻറ്റ് തരലുണ്ട് കേട്ടോ. ഞാൻ ആരെങ്കിലും തന്നിട്ടില്ലാച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടിട്ടാ. അതേ പറഞ്ഞ മാതിരി പിന്നെ ഒരാൾ കൂടി നമ്മളോട് പറഞ്ഞ് എന്താ റാഗി കൊണ്ട് ഇഡ്ഡലി ചുട്ടൂടാൻ പൊന്നാരൻ്റെ മാളെ, നമ്മളെ മക്കൾക്ക് ഗോതമ്പപ്പൊടി കൊണ്ട് ദോശ ചുട്ടാൽ പറ്റാത്ത മക്കളാണ്. പിന്നെ ഓലിക്ക് നമ്മളെ ചൊളാണ്ടൊക്കെ വെച്ചിക്കാണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ നമ്മളത് തൊടുവൊക്കെ വലിച്ചെറിയേണ്ടി വരും. ഏതായാലും നമ്മളെ കുട്ടി പറഞ്ഞു തന്നതുകൊണ്ട് എന്താണെന്നറിയാം. ഏതായാലും ഞാനൊരു തുള്ളി മാവ് എടുത്തുകൊണ്ടൊന്ന് ചുട്ടോക്കണം. ഏതായാലും റാഗി കിട്ടട്ടെ. ഇവിടെ ആർക്കും റാഗി പറ്റാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവരലില്ല. എവിടെന്നെങ്കിലുമൊക്കെ ഒരു തുള്ളി കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റിയുള്ള റെസിപ്പികളൊക്കെ ഓരോരുത്തർ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതേ പറഞ്ഞ മാതിരി കമൻ്റ് എല്ലാതും വായിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാരും തെറ്റിക്കാണ്ട് നമ്മളെ വീഡിയോസൊന്നും കാണാതൊക്കെ അല്ലേ കേട്ടോ. നിങ്ങളൊക്കെ കണ്ടെങ്കിലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളേ. അതുകൊണ്ടാണ്. ഏതായാലും വർത്തമാനത്തിൻ്റെ അടിയിൽ നമ്മൾ എന്താട്ടി അരിയൊക്കെ അരക്കണുണ്ട്, പിന്നെ തേങ്ങയൊക്കെ പൊളിച്ചിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഇനി കമൻ്റ് ഇടാൻ നിൽക്കേണ്ട ഔത്തുനിന്ന് തേങ്ങ പൊളിച്ചിക്കണേ. ഞാൻ എന്താണെന്നറിയാം, നമ്മളെ പാരുണ്ടല്ലോ പുറത്ത് വെക്കലില്ല കേട്ടോ, ഔത്ത് തന്നെ വെക്കൽ. അപ്പോൾ പിന്നെ ഔത്ത് വെച്ചിട്ട് തേങ്ങ പൊളിച്ചിക്കാണ്ട് പിന്നെ അവിടെ തന്നെ വേണ്ടേക്കല്ല. പിന്നെ അപ്പോൾ നമ്മളാകെ അടിച്ചു വരുമല്ലോ, ഇനിയിപ്പോൾ ചകിരിൻ്റെ തുപ്പൊക്കെ ചാടിയാലും അങ്ങനെ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതാക്കണേ നമ്മൾ തേങ്ങ പൊട്ടിച്ചിക്കണം കേട്ടോ. അപ്പോൾ പാരയൊന്നും പുറത്ത് വെക്കാൻ പാടില്ല, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. കാരണം കള്ളന്മാരൊക്കെ ഭയങ്കര ശല്യമാണ്. ഓരോ ഈ പാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി കുത്തി തുറന്നാലോ നമ്മളായിട്ട് ഒരിക്കൽ സഹായം ചെയ്ത് കൊടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ എന്താട്ടി തേങ്ങ ചിരണ്ടീനി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് പഞ്ചാരയും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടി ഉണ്ട് ചിരണ്ടി എടുക്കാം. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പറയാൻ വിചാരിച്ചു, എന്തോന്ന് പറയാൻ വിചാരിച്ചു, ഇനി മറന്നു കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മൾ പഞ്ചാര ഇട്ടും ഇനി നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ആ തരിയില്ലേ ചായപ്പൊടിയാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ചെങ്കിൽ നമ്മളെ കളറ് വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചട്ടിനി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പം കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ കരിയേപ്പൊക്കെ ഇട്ട് നമ്മൾ ഗ്യാസുമ്മ തന്നെ നമ്മൾ ഉണ്ടാക്കി തേങ്ങയൊക്കെ പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. പച്ചമുളകും 2 മണി വെളുത്തുള്ളിയല്ല ജീരുള്ളിയൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ അരച്ചു കടുക് പൊട്ടിച്ചു കരിയേപ്പ് പൊട്ടിച്ച് നമ്മൾ ചട്ടിനി ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ ഇതാക്കണേ നമ്മൾ അപ്പം ചൂടുന്നുണ്ട് കേട്ടോ. ചീയപ്പമാണ് കേട്ടോ ചൂടുന്നത്. അപ്പോൾ കുറേ ദിവസമായിക്കണം ചീയപ്പം ചട്ടിനിയും തിന്നിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് ചട്ടിനി ചീയപ്പം തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് കണ്ടാണ് നമ്മളിന്ന് ചീയപ്പം ചുട്ടത് കേട്ടോ. അപ്പോൾ അതിന് നീർദോശ എന്നൊക്കെ പറയും, നമ്മൾ ചീയപ്പം എന്നാണ് പറയുന്നത്. ചട്ടിക്കാണ് പറന്നപ്പോൾ കണ്ടില്ല നിങ്ങൾ ഒച്ച ഉണ്ടത്. അപ്പം പൊന്നാര മക്കളെ, ഞാനുണ്ടല്ലോ ചട്ടിനി അടുപ്പത്ത് പറന്നുകാണ്ട് തിളച്ചക്കും കരുതിക്കാണ്ട് നോക്കുമ്പോൾ നമ്മളെ ചട്ടിനി തിളക്കണമൊന്നും കാണാനില്ല. എത്ര റബ്ബേ ഇതിങ്ങനെ എഴുതിക്കാണ്ട് ഞാൻ ഗ്യാസ് കെട്ടുകണമെന്നൊക്കെ നോക്കി നോക്കുമ്പോൾ എന്താ നമ്മളെ ഗ്യാസ് രാവിലെ തന്നെ നമുക്ക് പണി നിൽക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗ്യാസാണ് കഴിഞ്ഞ്. പിന്നെ ഞാൻ എന്താട്ടി ഗ്യാസിനൊന്ന് കൗത്തിയിട്ട് നോക്കി, ഇനി അവിടെ എവിടെയെങ്കിലൊക്കെ തങ്ങിക്കണമൊക്കെ ഉണ്ട് ചെങ്കിലൊക്കെ വരട്ടി എഴുതിക്കാണ്ട്. അപ്പോൾ എവിടെയും തങ്ങിക്കണില്ല. ഒക്കെ കാലിയായിക്കണം കുറ്റിയിട്ടാ.
അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ അതിനെ ചവിട്ടി ഉന്തി ഉള്ളിൽ തന്നെ ആക്കിയിരിക്കണ്. ഇനി പിന്നെ ഞാൻ എന്താ ചെയ്യും, നമ്മൾ വേഗം അടുപ്പത്തേക്കാണ് മാറ്റി ചട്ടിനിയൊക്കെ തിളച്ചു. പിന്നെ ഞാൻ മാറ്റിയേക്കാണ് കേട്ടോ, മക്കൾക്ക് മദ്രസക്ക് പോകണമല്ലോ. അപ്പോൾ പിന്നെ ചാറ് വേഗം ഉണ്ടാക്കി, പിന്നെ അപ്പം ചുട്ടുക്കണമല്ലോ കുറച്ച്. പിന്നെ ഇനി ഓല പറഞ്ഞു വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പമൊക്കെ അങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ. അങ്ങനെ ചട്ടിനിയായി, ഓൽക്ക് കൊടുക്കാനുള്ള അപ്പം ആയിക്കണം കേട്ടോ. ഇനി നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യണം. അന്ന് ബുക്ക് ചെയ്താൽ അന്ന് തന്നെ കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പുടിയാടില്ല. ഏതായാലും നമുക്കൊന്ന് ബുക്ക് ചെയ്ത് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നമ്മളവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഗ്യാസ് ഓഫീസ്. അവിടെ കൊണ്ടുപോയിക്കാണ്ട് നിറച്ചാൽ പെട്ടെന്ന് നിറച്ച് തരും കേട്ടോ. പക്ഷേ എങ്കിൽ കൊണ്ടുപോകാൻ നമ്മളെ ജീനുമില്ല, അവൻ കോളേജിൽ പോയിക്കണ്. അപ്പോൾ പിന്നെ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ മക്കൾക്കൊക്കെ ചായ കൊടുക്കുകയാണ് കേട്ടോ, മദ്രസക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടാക്കും ചട്ടിനിയും പിന്നെ അപ്പവും കൊടുക്കാൻ കേട്ടോ. നമ്മളെ ചട്ടിനി അപ്പം കുറേ ദിവസമായി ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ സനുവിന് ഭയങ്കര തൃപ്തിയാക്കണം കേട്ടോ. മിന്നൂട്ടിക്ക് ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ ചാറ് പറന്ന് കാണ്ടാ കൊടുത്തത്. പക്ഷേ എങ്കിൽ ഊള് പറഞ്ഞിച്ച് പഞ്ചാര മതിയേറെ. അപ്പോൾ അങ്ങനെ ഏതായാലും കുറേ ഒച്ചയും പുളിയൊക്കെ ഇട്ടുകാണ്ട് ഒരു തുള്ളി പഞ്ചാരയൊക്കെ ഇട്ടുകാണ്ട് കൊടുത്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ മദ്രസയിൽ ചെന്നാൽ അങ്ങനെ കോട്ടാവിട്ട് കുത്തിർക്കും. അപ്പോൾ ഉസ്താദ് അറിയും ചായ ഒന്നും കൊടുക്കാതെ കുട്ടികളെ പറഞ്ഞേച്ചാന്നൊക്കെ കരുതൂലേ. അപ്പോൾ ഈ രാവിലെ ചായ കൊടുക്കാതെ കുട്ടികളെ പറഞ്ഞേച്ചാൽ കുട്ടികളെ അങ്ങനെ കോട്ടാവിട്ട് കുത്തിർക്കും കേട്ടോ. പള്ളി വഹിച്ചിട്ടാണ് അത് കോട്ടാവി ഇടുന്നത്. അപ്പോൾ ഇനി പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര എഴുതിക്കാണ്ട് ഞാൻ ഒരപ്പവും പഞ്ചസാര ഇട്ട് കൊടുത്താൽ തിന്നും ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ഗ്യാസില്ലല്ലോ, ചോറൊക്കെ കൂട്ടാനൊക്കെ ഞാൻ അടുപ്പത്ത് തന്നെ വേണം. അങ്ങനെ ഏതായാലും ഞാൻ ചോറ്റിനുള്ള വെള്ളം വെച്ച് തിരിച്ചൊക്കെ കത്തിച്ച് നമ്മൾ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിറ്റടിച്ച് വരുന്നത് പുറത്ത് വെച്ചിട്ടൊന്നല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്, ഔത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ, അങ്ങാടി കൂടെ ആനപ്പുറത്ത് പോകുമാണെന്നാരും കാണാനും പാടില്ല എന്ന് പറഞ്ഞ മാതിരി മിറ്റടിച്ച് വരുന്ന വീഡിയോ എടുക്കുമാണെന്നാൽ മിറ്റടിച്ച് വരുന്നത് വീഡിയോ ഓണാക്കിയിട്ടത് ആരും കാണാനും പാടില്ല എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഔത്ത് വെച്ച് കണ്ടാണ് ഞാൻ അകടിച്ച് വരുന്നൊക്കെ എടുക്കൽ കേട്ടോ. അപ്പം അകടിച്ചോരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ ചോറ്റിനുള്ള വെള്ളമൊക്കെ തിളച്ചിനി ഹൈക്കാരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. മിന്നുട്ടിനെ സ്കൂൾക്ക് കൊണ്ടുപോയാക്കാനാക്കുമ്പോൾ നമുക്ക് ചോറ് ഊറ്റി വെക്കണം, അതിനാണേ. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ചാറ് ഇപ്പം എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ പൊടിയൊക്കെ കലക്കി പറഞ്ഞിട്ടില്ല നമ്മളെ മോരുകറിയില്ലേ, അതുണ്ടാക്കാൻ വിചാരിച്ച്. ആ മോരും കറിയാണെന്ന് വെച്ചെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചാറുണ്ടെങ്കിൽ ഒരു എങ്ങനെ ചോറ് കഴിച്ചോളും. അപ്പോൾ ഞാനിന്ന് കുറേ ദിവസമായും ചെയ്തിക്കണേ. പിന്നെ എന്താട്ടി അടുത്തത്തെ പരിയിൽ നിന്ന് മിന്നുട്ടി പൊറുക്കി കൊണ്ടാണ് കേട്ടോ പുളി. അപ്പോൾ അത് നല്ല പുളിയാണ്. അപ്പോൾ അതൊന്ന് പൊതിരാനും വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം പറഞ്ഞിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാക്കണേ പുളിയൊക്കെ നല്ലോണം പൊതിർന്ന് വന്നപ്പോൾ നല്ലോണം കജ്ജോണ്ട് നൗണ്ടി പിഴിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ചാറ് അടുപ്പത്തേക്ക് വെക്കും കഴിഞ്ഞിട്ട് നമുക്ക് മിന്നുട്ടിനെ കൊണ്ടയാക്കി വരുമ്പോൾ ഇതൊക്കെ തിളച്ചോളുമല്ലോ. അങ്ങനെ ഇതാക്കണേ ഞാൻ പുളിയൊക്കെ നല്ലോണം പിഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകാണ്ട് നമുക്ക് ചോറ് വെന്തിട്ട് ആ അടുപ്പത്താണ് വെക്കട്ടോ. അപ്പോൾ ഞാൻ ചോറൊന്ന് വെന്തിക്കണോ നോക്കുകയാണ്. അപ്പോൾ 2 തളം കൂടിയൊക്കെ തിളക്കണം, അതോടുകൂടി നമ്മളെ ചോറ് പോകും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എന്താട്ടി തേങ്ങയൊക്കെ ചിരണ്ടി കുറച്ച് നല്ലീരകവും പിന്നെ വെളുത്തുള്ളി കൂട്ടി അരച്ചതാണ് കേട്ടോ നമ്മളെ ചാറ്റിക്ക്. അങ്ങനെ മിന്നുട്ടിനെ കൊണ്ടുപോയി ഞാൻ ആ ചാറ് അടുപ്പത്ത് വെച്ച് കണ്ടാണ് കേട്ടോ പൊയിനിയത്. വന്നപ്പോൾ തിളച്ചിക്കണേ. എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടി കുറച്ച് അരിപ്പൊടി കലക്കി പറഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ അത് കലക്കി പറഞ്ഞ് പൊടി വെന്തതിൻ്റെ ശേഷം നമ്മൾ തേങ്ങ അരച്ചതുണ്ടല്ലോ അതും കൂടി പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ നല്ലീരകവും ആ വെളുത്തുള്ളിൻ്റെ ഒക്കെ ചോയ ഒന്ന് മാറണം, അത് വരെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ അത് ഇതാക്കണത് തിളച്ച് ചാറ് പറ്റ കുറുകിയിട്ടൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ് കുറച്ച് ഓയിലൊക്കെ പാർന്നിട്ട് 4 പപ്പടം ഉണ്ടായിന്, അത് കുറച്ച് ദിവസമായിക്കണം ആ മൂലൊക്കെ ഇങ്ങനെ കടന്നിങ്ങനെ തട്ടി കളിച്ചണേ. അപ്പോൾ പിന്നെ അതൊന്ന് ഞാൻ പൊരിച്ചെടുത്തുക്കണം കേട്ടോ. ആ 4 പപ്പടം ഒന്ന് പൊരിച്ചെടുത്തുക്കണേ. മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പൊരിച്ചാൽ എന്നൊക്കെ വിചാരിച്ചിക്കണേ. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനിതാക്കണ ചാറും കടുകറക്കാണ് കേട്ടോ. കടുകും കരിയേപ്പൂട്ട് ഒന്ന് ഇതാക്കിയിട്ട് നമ്മളെ ചാറ്റിക്ക് പാർന്ന് കൊടുക്കാം കേട്ടോ. അതോടുകൂടി നമ്മളെ മോരും കറി റെഡി ആയിക്കണം കേട്ടോ. ഈ ചാറായാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ ഇതാക്കണേ കുറേ കറിയെന്നും കുറേ ചാറ് എന്നൊക്കെ പറയുന്നുണ്ട്. ശുദ്ധ മലയാളം നമുക്ക് പോകൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഒന്ന് വെറുതെ അതിൻ്റെ അടിയിൽ അങ്ങനെ പറഞ്ഞു പോണതാണ്. പിന്നെ നമുക്ക് നമ്മളെ ഭാഷ തന്നെ ഉള്ളൂ കേട്ടോ വരിക, അത് വേറെ കാര്യം. നമ്മളെത്ര ശുദ്ധ മലയാളം പറയാൻ നോക്കിയാലും നമ്മളാ ഭാഷ അങ്ങോട്ട് അതിൽ കയറി വരും. അപ്പോൾ പിന്നെ അതിലേറെ നല്ല വേണ്ടാത്ത പണിക്കൊക്കെ ഉണ്ട് ആവശ്യമില്ലല്ലോ, അത് തന്നെ കേട്ടോ. അങ്ങനെ അടുപ്പും വീതനയൊക്കെ ഞാനൊന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഒക്കെ വൃത്തിയാക്കി. പിന്നെ ചോറ് ഞാൻ വാർത്ത് വെച്ചത് ഒന്ന് അടുപ്പത്തൊന്ന് വെള്ളം വറ്റിച്ചാനും വേണ്ടി വെച്ചിക്കണേ.
അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് ഇതാക്കണം ഞാൻ അകം തുടക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, തിജ്ജണ് കെട്ട് കഴിഞ്ഞാൽ പിന്നെയും വേണം അത് അങ്ങനെ ഊതി കത്തിച്ചു കൊണ്ട് നിൽക്കുക. അപ്പോൾ പിന്നെ എല്ലാതും കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ ആയിട്ട് ഞാൻ തുടക്കാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഒരു 12:30 മണിയായപ്പോഴാണ് നമ്മളെ മീൻകാരൻ കാക്ക വന്നത് കേട്ടോ. അപ്പോൾ മീനൊക്കെ വാങ്ങി ഞാൻ മീൻ ചോറ്റക്ക് പൊരിച്ചിട്ടില്ല കേട്ടോ, വൈകുന്നേരമാണ് കേട്ടോ പൊരിച്ച്. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ഗ്യാസ് കിട്ടിയിരിക്കണം കേട്ടോ. അന്ന് തന്നെ കിട്ടിട്ടോ. ഞാൻ വിളിച്ച് പറഞ്ഞ് കിട്ടുവച്ചപ്പോൾ പറഞ്ഞ് പുറത്തേക്ക് എടുത്ത് വെച്ചാലാന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഗ്യാസ് കിട്ടിയിരിക്കണം കേട്ടോ. അതാണ് മക്കളെ, പടച്ചോൻ കൊടുക്കൂല. ഇനിയിപ്പം പടപ്പാൾ കുടിക്കാനും പടച്ചോൻ കൊടുക്കൂല അറിയണിട്ടില്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രാവിലത്തെ കാര്യമാണ് ഇടങ്ങേറ്, ഈ മക്കൾക്ക് സ്കൂൾക്കും മദ്രസക്കൊക്കെ പോകണോണ്ടേ, അതുകൊണ്ടാണ്. അങ്ങനെ ഏതായാലും ഞാൻ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ പിന്നെ ആ പപ്പടം ആ മോരും ചാറും അച്ചാറൊക്കെ കൂട്ടിക്കാണ്ട് ഉച്ചക്ക് ചോറ് കഴിച്ച്. പിന്നെ അപ്പോൾ ആ മീനൊക്കെ നന്നാക്കി പൊരിച്ചണമെങ്കിലൊക്കെ ഗ്യാസും ഇല്ലല്ലോ. അങ്ങനെ ഏതായാലും ഞാൻ പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. മീനൊക്കെ കായം കൂട്ടിക്കണം കേട്ടോ. കുറച്ച് മത്തിയും ഒരു തളമീനും എടുത്തുക്കണ്, അത് മസാല ഇട്ട് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കും നമുക്ക്. പിന്നെ മുളകരച്ചതോ ആയാലും വേണ്ടില്ല, ചോറ് പോകും. കുട്ടികൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിനേതായാലും നമ്മൾ മീനൊക്കെ നന്നാക്കി, ഇനിയിപ്പോൾ ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ മീൻ അടുപ്പത്ത് പൊരിച്ചിട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും ഗ്യാസൊക്കെ കിട്ടി, അതൊന്ന് ഫിറ്റാക്കിട്ടോ. അപ്പം പിന്നെ നമ്മൾ ഫിറ്റാക്കി വെച്ചിക്കണേ. അപ്പം നമുക്ക് എന്താട്ടണം, ഇനി മീൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണം. അപ്പോൾ ഞാൻ നമ്മളെ മീനൊക്കെ പൊറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വലിയ തളേന് കേട്ടോ, മീൻ പൊരിച്ചിട്ട് നല്ല രസം ഉണ്ടായിന് കേട്ടോ. തളമീൻ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. എന്നും ഒരേ മീനാകുമ്പോൾ വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതാക്കണ ഈ മീനൊക്കെ അടുപ്പത്ത് കടന്ന് പൊരിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിക്കണോ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ.